ഹലോ ഗായ്സ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ടു വയനാട് ട്രിപ്പിലാണുള്ളത്. രക്ഷയില്ല. രാവിലെ ഇന്നലെ 11 മണിയപ്പോൾ എറണാകുളത്ത് നിന്ന് പോകുന്നതാണ്. എറണാകുളം പാസ് ചെയ്താൽ, പക്ഷേ പിന്നെ ഇങ്ങോട്ട് തൃശ്ശൂർ എത്തിയപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ ഇരിപ്പ് ഇരുന്നാ എന്ത് ചെയ്യാനാണെന്നറിയില്ല. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പാട്ടിൻ്റെയൊക്കെ ടയേർഡായി, സൈഡായി. ഇനിയുള്ള നൈറ്റുള്ള റൈഡുകൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഹൈവേൻ്റെ ഒരു ഏറ്റവും മനോഹരമായ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചിരുന്നുണ്ടോ? എൻ്റെ പുറകിൽ കാണുന്ന വെട്ടമൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ പുതിയ ഹൈവേ ആണ്. അടിപൊളിയാണ്. ഇതിലുള്ള യാത്രയും സൂപ്പറാണ്. പക്ഷേ 2 വീലേഴ്സിന് പെർമിഷൻ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്തോ അതിനെക്കുറിച്ച്. എന്തായാലും ഗായ്സ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. തണുപ്പ്. ഒരു ശരാശരി വയനാട്ടുകാരൻ മറ്റേ കുറച്ച് തീയൊക്കെ കത്തിച്ചിട്ട്, നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ഇവിടെ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ഇമ്മീഡിയറ്റ്ലിട്ടൊന്ന് എറണാകുളം വരെ വരണ്ടോ, അപ്പോൾ അങ്ങനെ പോന്നാ. ഞാനപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വൈഫിനോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പാളും പറഞ്ഞു അവളും വരുന്നുണ്ടെന്ന്. ഇനി ഇപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ യാത്രകൾക്കൊന്നും ഞാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പുറകിൽ വല്ല പ്രേതമുണ്ടോ? എന്തൊക്കെയോ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. പുറകിൽ വലിയൊരു കാടാ. പേടിക്കണ്ട, ഒരു പ്രേതം വരില്ല. പോവാ റോട്ടിൽ നിന്നും ബസ് കേട്ടതാണെന്നുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി ബസ്, ഒറ്റ മനുഷ്യനല്ല ബസ്. എല്ലാവരും പരമാവധി നമ്മുടെ KSRTC എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട. പ്രൈവറ്റ് മോശം എന്നല്ല പറയണേ, നമ്മുടെ KSRTC നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം വേറൊന്നുമല്ല, കിടിലം ബസ്സുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അന്യ സ്പീഡ് ഗവർണർ എന്നൊരു സാധനമില്ല. അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ലേ. കാണാത്താരും പറഞ്ഞു നിന്നിട്ട് ആരും കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തേക്കല്ലേ. എങ്ങനെയൊക്കെ ജീവിച്ചു പോണേ. ഇന്ന് ഭയങ്കര രസമുള്ള സംഭവം ഉണ്ടായി. നമ്മുടെ ബൈക്ക് നമ്മൾ ജങ്കാറിലൊക്കെ കയറ്റി. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബൈക്കൊക്കെ എടുത്ത് ജങ്കാറിലൊക്കെ കയറ്റി നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ ടിബറ്റിൽ പോയപ്പം കെട്ടിയിട്ട് ആകാണ്. അപ്പോൾ സംഗതി ഓൺലൈനിലാണ് വന്നതെന്ന് മാത്രം. വലിയ ആഗ്രഹമായിരുന്നു ടിബറ്റിലൊക്കെ ഒന്ന് പോകണമെന്ന്. ഈ നമ്മളൊന്നും ആരും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഒരു ലൈക്കും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 5 ലൈക്ക് പോലും ഇല്ല. അവസ്ഥ ഒരു മനുഷ്യൻ എന്താ പറയുക, നാണം കണ്ടത് എനിക്കൊരു പരിധിയില്ലേ. രാവിലെ 3 മണിക്ക്